ഞാൻ അശ്വതി. GWCയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 24ാമത്തെ സെഷനാണ് ഇന്നത്തെ സെഷൻ സ്കോളർഷിപ്പുകൾ, മത്സര പരീക്ഷകൾ, സാമൂഹ്യ സേവനം, ഒരു ബോധവൽക്കരണ ചർച്ച. ശ്രീമതി ശ്രുതി ചന്ദ്രൻ നയിക്കുന്ന ഗൂഗിൾ മീറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, മത്സര പരീക്ഷകൾ, സാമൂഹ്യ സേവനം എന്നിവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ചർച്ചയാണ് ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സെന്റ് മേരീസ് കോളേജിൽ നിന്നും പൊളിറ്റിക്സിൽ 6ാം റാങ്കോടെ ബിരുദവും AWH സ്പെഷ്യൽ കോളേജിൽ നിന്ന് MSW കരസ്ഥമാക്കിയ ശ്രുതി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കൺമണി പ്രൊജക്ടിന്റെ ഫെസിലിറ്റേറ്ററായി സേവനമനുഷ്ഠിച്ചിരുന്നു. നടവയൽ നെയ്ക്കുപ്പ ചന്ദ്രശേഖരൻ ശോഭന ദമ്പതികളുടെ മകളായ ശ്രുതി വിഷ്ണു പ്രസാദിന്റെ ഭാര്യയാണ്. ഏകമകൻ ദേവാത്മജ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രുതിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് GWCയോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും ഓർക്കുമ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ച ഒരു സമയത്ത്, അല്ലെങ്കിൽ എന്നെക്കാളും മുമ്പ് പഠിച്ചവർക്കൊക്കെ അറിയാം, കളിയും ചിരിയും ചിന്തയും കൗതുകങ്ങളുമായിട്ട് ഒരുപാട് രസകരമായിരുന്നു നമ്മളുടെ ആദ്യ വിദ്യാഭ്യാസ സമയം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് പഠനത്തോട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുന്നത് ശരിക്കും 10ാം ക്ലാസ്സോട് കൂടിയാണ്, അല്ലെ? ശരിക്കും ആ 10ാം ക്ലാസ് എത്തി കഴിഞ്ഞാലാണ് നമ്മൾ എന്തിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ ഗൗരവപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മത്സരാത്മകമാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും തുല്യതയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്നും നല്ല മാറ്റമാണ് നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അറിവിന്റെ വിവിധ തലങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് വിവിധ മേഖലകൾ കൈയടക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൽ പല സഹായ പദ്ധതികളും ഒരുപാട് നമ്മൾക്ക് അറിവ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുന്നവയാണ് മിക്ക പരീക്ഷകളും, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുകളും. യോഗ്യത നേടുന്നവർക്ക് വളരെയേറെ ഗുണകരമായേക്കാവുന്ന പല എക്സാമുകളും അതുപോലെയുള്ള സ്കോളർഷിപ്പുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് നടത്തപ്പെടുന്നുണ്ട്. നമ്മളിവിടെ പ്രൈമറി സ്കൂൾ മുതൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളെ കുറിച്ചും സ്കോളർഷിപ്പുകളെ കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ +2-ന് ശേഷം എന്താണ് എന്റെ കരിയർ, അല്ലെങ്കിൽ ഞാൻ എന്തിനു പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ +2-ന് ശേഷമാക്കുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം തീരുമാനിക്കുന്നു? ചെറുപ്പം തൊട്ട് നമ്മളുടെ കുട്ടികൾക്ക് പ്രൈമറി തലം മുതൽ അതിനുവേണ്ടിയുള്ള മത്സര പരീക്ഷകളുടെ കോച്ചിങ്ങുകളും മറ്റും നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഭാവിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്താനാവും. ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ കുറച്ച് സ്ലൈഡ്സിലൂടെയാണ് കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പുകളെ പരിചയപ്പെടാം. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതുപോലെ നല്ലോണം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ, ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതിലൂടെ നേടാൻ കഴിയും. ഈ സ്കോളർഷിപ്പുകൾ, സ്കൂൾ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ നോൺ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും പിന്നെ കുറച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. ഇതിൽ കുറെ സ്കോളർഷിപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. കാരണം സമയപരിമിതി ഉണ്ടെന്ന് അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിട്ടുപോയവ നിങ്ങൾ എന്തായാലും ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിൻസ് ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ആദ്യത്തെ ഒരു സ്കോളർഷിപ്പ് പരിചയപ്പെടാം. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, NMMS എന്ന് പറയും. ഈ സ്കോളർഷിപ്പ് 9th ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 8ാം ക്ലാസ്സിൽ 55% മേലെ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇതിൽ വാർഷിക വരുമാനം 1.5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. ആനുവലി നമുക്ക് 12,000 രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ ടൈം ലൈൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ്.
ഇത് റൺ ചെയ്യിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഫോർ സ്റ്റുഡൻസ് ആണ് ഇത് റൺ ചെയ്യിക്കുന്നത്. എല്ലാവർക്കും ഒന്നാമത്തെ സ്കോളർഷിപ്പ് മനസ്സിലായി തോന്നുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിച്ചാൽ മനസ്സിലാകും. അടുത്ത ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ്. ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 40% ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. ഇതിന്റെയും കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. സെക്കൻഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ്. ഈ ഒരു സ്കോളർഷിപ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ്. പക്ഷെ 40%-ലധികം ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആവുകയുള്ളൂ. ഇതിന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അവാർഡ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു. മെയിന്റനൻസ് അലവൻസ്, ബുക്ക് ഗ്രാന്റ് ആൻഡ് ഡിസബിലിറ്റി അലവൻസ്, ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പ് വഴി നമുക്ക് ലഭിക്കുക. ഇതും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് ആൻഡ് നവംബർ ഈ ഒരു സമയത്താണ് ഈ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് NSDL ശിക്ഷ സഹയോഗ് സ്കോളർഷിപ്പ് ആണ്. ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. ഹൈ ഫീസ് സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 11th ക്ലാസ്സും നമ്മൾ 10th ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ 60%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എമൗണ്ട് 5000 രൂപയാണ്. കണ്ടക്ടിംഗ് ബോഡി നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. അടുത്ത സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വഹാനി സ്കോളർഷിപ്പ് ആണ്. വഹാനി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വഹാനി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാൻ, സാമ്പത്തിക സഹായം നൽകാനും അവർക്ക് ബെറ്റർ കരിയർ ഉണ്ടാക്കാനും അതുപോലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് വഹാനി സ്കോളർഷിപ്പ് ഉള്ളത്. ഇതിൽ തന്നെ പറയുന്നത് ഇതൊരു മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ് ആണ്. അതും ഇതിന്റെ വാർഷിക വരുമാനം 1.5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. നമ്മളുടെ 10th ബോർഡ് എക്സാമിൽ 11th 10th ബോർഡ് എക്സാമിൽ നമുക്ക് 85% എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കും. പിന്നെ 12th മാർക്കിന്റെ ബേസിലായിരിക്കും നമുക്ക് യുജിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഇത് നമുക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാനുള്ള ഹെൽപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് ഫുൾ ട്യൂഷൻ ഫീ ഏറ്റെടുക്കും നമ്മളുടെ. അതുപോലെ ഫിക്സഡ് സ്റ്റൈഫൻഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനും അതുപോലെ ഇയർലി ഒരിക്കൽ നമുക്ക് വീട്ടിൽ വന്ന് പോകാനുള്ള ഒരു ഫുൾ പാക്കേജ് ഒക്കെ ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അടുത്ത ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് CBSE മെറിറ്റ് സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. ഈ സ്കോളർഷിപ്പിൽ പറയുന്നത് പോലെ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡ്, കുടുംബത്തിലെ ഒറ്റ പെൺകുട്ടി ആണെങ്കിൽ അതും CBSE സ്കൂളിൽ പഠിക്കുന്നതായിരിക്കണം. അതുപോലെ CBSE +1 +2 കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു 60% സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള 10th എക്സാമിൽ 60% സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിയാണെങ്കിൽ, അതും ഒറ്റ പെൺകുട്ടി ആണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ പെൺകുട്ടികളുടെ ഇടയിൽ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്യുക, അങ്ങനെ നല്ല കഴിവുകൾ സ്കിൽ കുട്ടികളാണെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 +2 CBSE സ്കൂളിൽ പഠിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു നിബന്ധനകളൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിനുണ്ട്. അടുത്ത സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ DCE സ്കോളർഷിപ്പ് ആണ്. ഇത് കേരള സ്കോളർഷിപ്പിന് പറയുന്ന ഒരു മറ്റൊരു പേരാണ് DCE സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കോളർഷിപ്പിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ്. ഈ DCE സ്കോളർഷിപ്പിന് കീഴിൽ 16 സ്കോളർഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും വ്യക്തമായിട്ട് DCE സ്കോളർഷിപ്പ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ കറക്റ്റ് എമൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എലിജിബിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല, പകരം ഇത്രയും സ്കോളർഷിപ്സിന്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്. IPC ഫീ റിയംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ്, CM മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ്, മദർ തെരേസ സ്കോളർഷിപ്പ്, CA ICWA CA സ്കോളർഷിപ്പ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്, സാൻക് സ്കോളർഷിപ്പ്, മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പ്, മ്യൂസിക് ഫൈനാൻസ് സ്കോളർഷിപ്പ്, ബ്ലൈൻഡ് സ്കോളർഷിപ്പ്, ഹിന്ദി സ്കോളർഷിപ്പ്, സ്വർണ്ണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്,
സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, ഇത്രയും സ്കോളർഷിപ്പാണ് ETC സ്കോളർഷിപ്പിൽ വരുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. നമുക്ക് നമ്മളുടെ മെറിറ്റോറിയസ് ആണ്, നമ്മളുടെ മെറിറ്റിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ബേസ്ഡ് ആണ് ഈ ഇത്രയും സ്കോളർഷിപ്പുകൾ ഉള്ളത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കോമ്പറ്റീഷൻ ബേസിലും കൂടി ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിലൂടെ നമുക്ക് നേടാൻ പറ്റിയ കുറച്ച് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്ന് പറയും. LSS US എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് LSS ആണെങ്കിൽ 4th ക്ലാസ്സിലും USS ആണെങ്കിൽ 7th ക്ലാസ്സിലും ഉള്ളതാണ്. അത് കാൻഡിഡേറ്റ്സ് ഹു ആർ സ്റ്റഡിങ് ഇൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത്, കേരളത്തിലെ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എയ്ഡഡ്, ഗവൺമെന്റ് സ്കൂൾ ആയിരിക്കാം, എയ്ഡഡ് ആവാം, അപ്രൂവ്ഡ് അൺഎയ്ഡഡ് ആവാം, ഈ സ്കൂളുകളിൽ പഠിക്കുന്ന, അതും നമുക്ക് സെക്യൂർഡ് വിത്ത് A ഗ്രേഡ് ആണ്. നമുക്ക് A ഗ്രേഡോട് കൂടി പഠിക്കുന്ന കുട്ടികൾ, നമുക്ക് സ്കൂളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അത് അറിയാൻ പറ്റുക. അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഇത്രയും സബ്ജക്ട്സുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും LSS-നും USS-നും ചോദിക്കുക. LSS എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട് 5, 6, 7 ക്ലാസ്സുകളിലേക്ക്. അതുപോലെ USS ആണെങ്കിൽ നമുക്ക് 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നവയായിരിക്കും. അടുത്തത് യൂണിഫൈഡ് സൈബർ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന മറ്റൊരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇത് ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, നമ്മുടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആണ് ഇതിൽ പ്രധാനമായിട്ടും. IT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പ്രധാന അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാനേജിംഗ് ക്രൈസിസ്, സോഫ്റ്റ്വെയർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ക്ലാസ് 1 തൊട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ്. അത് ഇന്ത്യയിലെ ഏത് എഡ്യൂക്കേഷൻ ബോർഡും ആയിരിക്കാം. CBSE ആവാം, ICSE ആവാം, ICE ആവാം, അങ്ങനെ ഏത് അതർ സ്റ്റേറ്റ് ബോർഡ്, ഇതിലെല്ലാം തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് RD ബിർള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. ഈ ഒരു എന്ന് പറഞ്ഞാൽ യങ് ടാലൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ, ഡ്രീംസിനെയൊക്കെ അച്ചീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ RD ബിർള സ്കോളർഷിപ്പിന്റെ എയിം എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പില് തിങ്കിങ് സ്കിൽസ്, അവരുടെ തിങ്കിങ് സ്കിൽസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫീൽഡ് ഓഫ് സയൻസും മാത്തമാറ്റിക്സിലൊക്കെ അവർക്ക് ചിന്തകൾ ഉണ്ടാകും. അങ്ങനെ ഓരോ സ്വപ്നങ്ങളുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. നല്ല കഴിവുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിൽ പങ്കെടുക്കാം. 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സാം നടത്തപ്പെടുന്നുണ്ട്. അതിൽ എമൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. 1 lakh ആണ് ബ്രില്യൻസിന് കിട്ടുന്നത്. സൂപ്പർ ജീനിയസിന് 75,000ഉം വീനസിനാണെങ്കിൽ 50,000ഉം ആണ് കിട്ടുക എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്തൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. ഇത് AICTSBന്റെ കീഴിൽ നടത്തുന്നതാണ്. ഇതും പറയുന്ന പോലെ യങ് ടാലൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കോളർഷിപ്പാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സ്കോളർഷിപ്പ് നടത്തുന്നത്. അത് പ്രൊമോട്ട് ആൻഡ് ക്രിയേറ്റ് ദ ലീഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെയാണ്. അപ്പൊ ഇന്ത്യക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നുണ്ട് കോളേജ് സ്റ്റുഡൻസോ സ്കൂൾ സ്റ്റുഡൻസോ ആവും. ഏജ് ഗ്രൂപ്പ് പറയുന്നത് 10 തൊട്ട് 24 വയസ്സ് വരെയുള്ളതാണ്. അത് ഓൺലി ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള കോണ്ടിനെന്റ്സിൽ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ ഇതിനായിട്ട് ഒരു എക്സാം നടത്തുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഒക്കെ പറയുന്നുണ്ട് 1,25,000 ആണ്. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 ആണ്. തേർഡ് പ്രൈസ് 10,000 ആണ്. ഇതിന് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷന്. നമുക്ക് അവിടെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ സ്കിൽസ് ഡെവലപ്മെന്റ് AICTSD നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ പെർമനന്റ് മെമ്പർ ആവാൻ സാധിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസുമായിട്ട് നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ കിട്ടും. അതുപോലെ സെമിനാർസ് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ സെമിനാർസിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇന്നോവേഷൻ അവർ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റെസ്യൂം കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി, കാരണം ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കറ്റ് കിട്ടും അവരുടെ, അപ്പൊ അത് റെസ്യൂം സ്ട്രോങ് ആക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിനുണ്ട്. നെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കോളർഷിപ്പ് ഓഫ് എക്സലൻസ് ഇൻ ഇംഗ്ലീഷ്. പറയുന്നത് പോലെ തന്നെ സോഫ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ആണ് സോഫ് എന്ന് പറയുന്നത്. ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സലൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 90% മാർക്കാണ് ഇതിൽ ചോദിക്കുന്നത്. അത് 1 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഒക്കെ ഈ എക്സാം നടത്തുന്നുണ്ട്.
പിന്നെ ഇന്ത്യയിൽ തന്നെ 120 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പും അതുപോലെ മെറിറ്റ് സർട്ടിഫിക്കറ്റും നൽകുന്നുള്ളൂ. ഇതൊക്കെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. എന്തായാലും നമുക്കൊക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കര സ്ട്രോങ്ങർ ആവും. അപ്പം എല്ലാവരും തന്നെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ആണ്. എല്ലാവർക്കും അറിയുന്നതാണ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. 10th കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന NTSC എക്സാം. ഈ ഒരു ഇത് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് എക്സാം ആണെന്ന് പറയുന്നുണ്ട് സ്കൂൾ സ്റ്റുഡൻസിന്. ഇത് കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക. അതുപോലെ 2 ടയർ എക്സാം ആയിരിക്കും ഇവിടെ നടത്തുക. അതിൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, മെന്റൽ എബിലിറ്റി ആൻഡ് ജനറൽ അവയർനെസ് ഇത്രയും സബ്ജക്ട്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അത് നമ്മൾ NCERT ആണ് ഇതിന്റെ കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് എക്സാം സെർച്ച് എക്സാം എന്ന് പറയുന്നത്. ഇത് 2nd ക്ലാസ് തൊട്ട് നമ്മളുടെ +2 ക്ലാസ് വരെ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ എപ്പോഴും തിയോററ്റിക്കൽ ഒന്നും ആയിരിക്കില്ല. തിങ്കിങ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് എന്താ പറയുന്നുണ്ട്, പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് സ്കിൽ വൈസ് ഫീഡ്ബാക്ക് ഹൈലൈറ്റിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് സ്റ്റുഡൻസ്. ഇതൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേക എക്സാം ആണെന്നാണ് ഇത് പറയുന്നത്. സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ ക്വസ്റ്റ്യൻസ് ഇത്രയുമായിരിക്കും ഇതിന്റെ സബ്ജക്ട്സ്. കണ്ടക്ടിങ് ബോഡി എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് കൗൺസിൽ ആണ്. നെക്സ്റ്റ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ഒളിമ്പിയാഡ് ആണ്. INO എന്ന് പറയും. ഇതില് 5 സ്റ്റേജ് പ്രൊസീജിയർ ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ, ഇന്ത്യൻ നാഷണൽ ഒളിമ്പിയാഡ്, ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്, പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ക്യാമ്പ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ ഒളിമ്പിയാഡ്. ഇത്രയുമാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് 2 കണ്ടക്ടിംഗ് ബോഡി എന്ന് പറഞ്ഞത് 2 ഉണ്ട്. ജോയിൻലി കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സും അതുപോലെ ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. ഈ 2 കണ്ടക്ടിംഗ് ബോഡീസ് തമ്മിലാണ് ഇത് നടത്തുന്നത്. ഇതിന്റെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അസ്ട്രോണമി ആൻഡ് ജൂനിയർ സയൻസ്. അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ ആണ്. ഇതിപ്പോ പറയുന്ന പോലെ തന്നെ സയൻസ് ഓറിയന്റഡ് ആയിരിക്കും. The foundation organizes separate exams for subjects like computer. സെപ്പറേറ്റ് എക്സാംസ് ആണ് ഇതിലൂടെ നടത്തുന്നത്. നാഷണൽ സൈബർ ഒളിമ്പിയാഡ് ആണ് കമ്പ്യൂട്ടർ എക്സാം നടത്തുക. മാത്സ് ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡ് ആണ്. സയൻസ് നാഷണൽ സയൻസ് ഒളിമ്പിയാഡ് ആണ്. ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പിയാഡ്. ഇങ്ങനെ ഓരോ ഫൗണ്ടേഷൻ പല രീതിയിലാണ് നടത്തുക. സബ്ജക്ട്സ് എന്ന് പറയുന്നത് സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, സ്പോർട്സ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ്. കണ്ടക്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ ആണ്. നെക്സ്റ്റ് ജിയോജിനസ് എന്ന് പറയും. അത് ഒരു എക്സാം തന്നെയാണ്. ഇതില് കൂടുതൽ ജോഗ്രഫിയും അതുപോലെ പബ്ലിക് അവയർനെസ് ഇതാണ് ഇതിലെ മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇത് ജോഗ്രഫി ഒളിമ്പിയാഡ് ആണ് ഈ എക്സാം ചെയ്യുന്നത്. അത് 2nd ക്ലാസ് തൊട്ട് നമുക്ക് +2 വരെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സിൽവർ സോൺ ഒളിമ്പിയാഡ്. സിൽവർ സോൺ എന്ന് പറയുന്നത് ഒരു NGO ആണ്. ഇതില് കോമ്പറ്റേറ്റീവ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക കുട്ടികളിൽ. അതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 1ാം ക്ലാസ് തൊട്ട് +2 വരെ ഈ ഫൗണ്ടേഷൻ എക്സാം നടത്തുന്നുണ്ട്. അതിൽ സോഷ്യൽ പാരാമീറ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അത് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞത്, അതുപോലെ എൻഹാൻസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഇതൊക്കെയാണ് ഈ എക്സാമിന്റെ പ്രത്യേകത. അതിൽ സബ്ജക്ട്സ് കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സിൽവർ സോൺ ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ കണ്ടക്ടിംഗ് ബോഡി. നെക്സ്റ്റ് നാഷണൽ ഇന്ററാക്റ്റീവ് മാത്സ് ഒളിമ്പിയാഡ് ആണ്. നിമോ എന്ന് പറയും. അത് ഇതിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് ദ ഫിയർ ഓഫ് മാത്സ്. നമുക്ക് എല്ലാവർക്കും മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കൂലേ. അപ്പം ആ ഒരു ഇത് പേടി മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മനസ്സിൽ നിന്നും കണക്കിനോടുള്ള ഒരു പേടി മാറ്റുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഈ എക്സാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ എക്സാം ആണ്. 5 തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത്.
ഇത് അവരുടെ കണക്കിലുള്ള സ്കിൽസ് വർദ്ധിപ്പിക്കുക, അതുപോലെ മെന്റൽ എബിലിറ്റി കൂട്ടുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ. അവരുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനും കണക്കിലെ കഴിവുകൾ പരിശോധിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ററാക്റ്റീവ് ഒളിമ്പിയാഡ് വർക്ക്ഷോപ്പ് ആൻഡ് സെമിനാർസ് ഇതൊക്കെ തന്നെ ഈ ഒരു എക്സാമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്സ് മാത്രമാണ്. നെക്സ്റ്റ് നാഷണൽ ബയോടെക്നോളജി ഒളിമ്പ്യാഡ് എന്ന് പറയും, NBO. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കിന്റെ. 1 തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു എക്സാം നടത്തുന്നുണ്ട്. അത് ഈ ന്യൂസ് പേപ്പേഴ്സും ബയോടെക്നോ ആക്ടിവിറ്റി ബുക്സ്, വർക്ക് ബുക്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിലെ എക്സാംസ് നടത്തുന്നത്. അപ്പം യങ്ങർ ജനറേഷനിൽ ഇൻസ്പയർ ചെയ്യിക്കുക, അവരെ കൊണ്ട് അവരിൽ നോളജ് എൻഹാൻസ് ചെയ്യിക്കുക, ബയോടെക്നോളജിയെ കുറിച്ചുള്ള നോളജ് ഇഷ്യൂസ് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ തന്നെ. അപ്പൊ അതിൽ അവരുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാണ് ഈ ഒരു എക്സാം. സബ്ജക്ട് മാത്സ് ആണ്. കണ്ടക്ടിംഗ് ബോഡി എഡ്യൂഹിൽ ഫൗണ്ടേഷൻ ആണ്. അടുത്തതെന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ് ത്രൂ എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ്. അസെറ്റ് എന്ന് പറയും, എല്ലാം കേട്ടിട്ട് ഡൗ അസെറ്റ് എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഡിസൈൻഡ് ആൻഡ് സ്കിൽഡ് ബേസ്ഡ് അസസ്മെന്റ് ടെസ്റ്റ് ആണ് ഇത് എന്ന് പറയുന്നു. നമ്മൾ റോഡ് ലേണിംഗിന്റെ, അപ്പൊ ആ റോഡ് ലേണിംഗിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് തിങ്കിങ് അങ്ങനെയുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ ഒരു എക്സാം ചെയ്യുന്നത്. 3 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ എക്സാം, 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്കിടയിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു എക്സാം നടത്തുന്നു. CBSE, ICSE, IGCSE ആൻഡ് അതർ സ്റ്റേറ്റ് ബോർഡ്സ് കരിക്കുലം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. അത് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അത് സോഷ്യൽ സ്റ്റഡീസോ ഹിന്ദിയോ ഒക്കെ ആവാം, ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പൊ കണ്ടക്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തത് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന തന്നെയാണ് കിഷോർ വിജ്ഞാനിക് പ്രോത്സാഹൻ യോജന എന്ന് പറയും, KVPY. ഇതൊരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ബേസിക് സയൻസ് ആണ് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അത് +1, +2 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഈ ഒരു എക്സാം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MS പ്രോഗ്രാം ആണ്. നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനിലൂടെ നമ്മൾ പാസ് ആവുകയാണെങ്കിൽ നമുക്ക് 5 വർഷം ഉള്ള ഒരു MS പ്രോഗ്രാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അവരുടെ ടാലൻസ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, റിസർച്ചിൽ അവർക്ക് എത്രത്തോളം ടാലൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, IOEL. ഇതൊരു കോമ്പറ്റൻസ് ടെസ്റ്റ് ഓഫ് കോമ്പറ്റൻസ് ആണ്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ, നമ്മൾ നേരത്തെ നമ്മുടെ നാഷണൽ ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറഞ്ഞിരുന്നു, അതുപോലെ ഇതിപ്പം ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് ഈ പറയുന്നത്. അത് നമുക്ക് CBSE, ICSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്സിന്റെ ഒക്കെ സിലബസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ CBSEക്ക്, ICSEക്ക് ആൻഡ് അതർ സ്റ്റേറ്റ് ബോർഡ്സിനാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് കിഡ് ജനറൽ നോളജ് ഒളിമ്പ്യാഡ് ആണ്, SKGKO എന്ന് പറയും. സ്മാർട്ട് കിഡ് ജനറൽ നോളജ് ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷനിൽ ജനറൽ നോളജും അതുപോലെയുള്ള അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ്. നമ്മുടെ സയൻസ്, മാത്തമാറ്റിക്സ് ഒക്കെ വിട്ട് ഹിസ്റ്ററി, ജിയോഗ്രഫി, ജനറൽ അങ്ങനെയുള്ള ഒരു സയൻസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ എക്സാം നടത്തുന്നുണ്ട്. CBSE, ICSE അതുപോലെ സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടക്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBSE, ICSE സ്റ്റേറ്റ് ബോർഡ്സ് തന്നെയാണ്. ഇന്റർനാഷണൽ സോഷ്യൽ സ്റ്റഡീസ് ഒളിമ്പ്യാഡ്, ഇതും നമ്മൾ പറയുന്ന ഒരു ഇന്റർനാഷണൽ എക്സാം ആണ്. ജോഗ്രഫി ആൻഡ് സിവിക്സ് ആണ് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സിവിക്സ്. CBSE ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന. CBSEയും ICSEയും സ്റ്റേറ്റ് ബോർഡ്സും തന്നെയാണ്. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്, IMO എന്ന് പറയും. അത് ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ ഉള്ള എക്സാം ആണ്. ഇതില് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ആണ് ഇത് നടത്തുന്നത്. 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തന്നെയാണ്. ഇതിൽ മാത്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ മാത്സ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ ഗുഡ് സ്കോളർഷിപ്പ് അവാർഡ്സ്, മെഡൽസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇതിലൂടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ, സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ആണ് നടത്തുന്നത്.
നമ്മൾ ഇത്ര നേരം കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു എക്സാംസ് ആണ്, എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓൾ ഇന്ത്യ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം എന്ന് പറയും, AISSE. അപ്പം അത് പ്രധാന എന്ന് പറഞ്ഞത് ഇത് സൈനിക് സ്കൂൾ എന്ന് പറയും. സൈനിക് സ്കൂൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, എല്ലാവരും ഒരിക്കലും സൈനികന്മാരാവാൻ പോവുകയാണോ? അതൊന്നുമല്ല. ഈ സൈനിക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു എക്സാം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്, അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സൈനിക് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ ആണ്. അത് അഫിലിയേറ്റഡ് ടു CBSE. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. സൈനിക് സ്കൂൾ എന്ന് പറയുന്നത് കേഡറ്റ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുക, നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കും അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാദമി അങ്ങനെയുള്ള ട്രെയിനിങ് അക്കാദമീസിലേക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈനിക് സ്കൂളിൽ കേഡറ്റ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. അപ്പൊ ഈ ഒരു 33 സൈനിക് സ്കൂൾസ് ആണ് ആകെ നമ്മളുടെ ഇന്ത്യയിലുള്ളത്. അതിൽ നമ്മുടെ കേരളത്തിൽ ഒരു സൈനിക് സ്കൂൾ മാത്രമേ ഉള്ളൂ, അത് ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണുള്ളത്. ഈ സൈനിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നമുക്കത് 6ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലേക്കുമാണ് കിട്ടുക. 5th എക്സാം എഴുതേണ്ടത്. ആകെ 100 സീറ്റാണ് ഉള്ളൂ. അപ്പം ഈ കേരളത്തിൽ 100 സീറ്റിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ എഴുതി നമുക്ക് മേടിക്കാൻ, അതിന് എക്സാം ഉണ്ട്, അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും പോയി നമ്മൾ സാധാരണ നമ്മുടെ സിലബസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ഒക്കെ വരിക. അപ്പൊ മിടുക്കരായ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തായാലും കുട്ടികളെ വിടുക. അവരത് എക്സാം എഴുതി കിട്ടുവാണെങ്കിൽ +2 ശേഷം ഒരു എക്സാം നടത്തും. അതിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്കത് ചൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും സൈനികനാവണം എന്നൊന്നും അവർ നിർബന്ധിക്കില്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തിരിച്ചെന്തായാലും വരാം. പക്ഷെ ഇതൊക്കെ ഒരു ബെസ്റ്റ് ചാൻസ് ആണ് നമുക്ക് കിട്ടാവുന്നത്. അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ജവഹർ നവോദയ വിദ്യാലയ എൻട്രൻസ് എക്സാമിനേഷൻ. എല്ലാവർക്കും അറിയുന്നതാണ്. അതും ഒരു സെൻട്രൽ സ്കൂളാണ്. നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. അത് ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്കൂളാണ് നവോദയ. 6th തൊട്ട് +2 വരെയാണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 6th, 9th, +1 ഇതിലേക്കുള്ള അഡ്മിഷൻ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ്. ഇതിലും കുട്ടികൾക്ക് എഴുതി പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ സൈനിക് സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഇയർ തൊട്ട് ഗേൾസിനും സൈനിക് സ്കൂളിലേക്ക് എക്സാം എഴുതാം. നവോദയയിലേക്ക് 80 സീറ്റ്സ് ആണുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. നവോദയ എക്സാം എഴുതുന്ന കുട്ടികളായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ഏതൊക്കെയാണ്, അതുപോലെയുള്ള മത്സര പരീക്ഷകളെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇത്തരം മത്സര പരീക്ഷകൾ എഴുതി കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ ഇതുപോലെ ഒട്ടേറെ പരീക്ഷകളൊക്കെ, സ്കോളർഷിപ്പുകളും പരീക്ഷകളൊക്കെ നമ്മുടെ കുട്ടികൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ വിജയിക്കുന്നവർക്ക് സ്കോളർഷിപ്പോടുകൂടി തുടർ പഠനം നടത്താം. അങ്ങനെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും തന്നെ, നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പഠിച്ച് നല്ലോണം നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മളായിട്ട് നമുക്ക് പഠിച്ചുണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതി പരിശീലനം ലഭിച്ചാൽ പിന്നീട് നമുക്ക് നീറ്റ്, അതുപോലുള്ള എക്സാംസ് ഉണ്ടല്ലോ, കുറെ എക്സാംസ് ഉണ്ട് അല്ലെ, നെസ്റ്റ്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എക്സാമിനൊക്കെ നമുക്ക് ഉയർന്ന സ്കോർ നേടാൻ പറ്റും. ചെറുപ്പം തൊട്ടേ നമുക്ക് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് പരിശീലനം ലഭിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് വരുന്ന +2 ശേഷം വരുന്ന എൻട്രൻസ് എക്സാംസിലൊക്കെ ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തു പറയാണ്, നമ്മള് ഓസ്ട്രേലിയയിലൊക്കെ ശരിക്കും ഇങ്ങനെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി തലം തൊട്ട് ഇതുപോലുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളും നൽകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവരൊരു ഉയർന്ന പഠനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്ക് തീരുമാനിക്കാം എന്താണ്, എങ്ങനെയാണ്, എന്റെ കഴിവ് എന്തൊക്കെയാണെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇന്ത്യയിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രോങ് ആണ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്ട്രോങ് ആണ്. പക്ഷെ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദുർബലമാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. സിവിൽ സർവീസ് എക്സാംസിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നോക്കുക, ടോപ്പേഴ്സ് ഒക്കെ ആരായിരിക്കും? നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ. നമ്മുടെ കയ്യിലൊക്കെ കുറവായിരിക്കും. സൗത്ത് ഇന്ത്യൻസിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവർ പൊതുവെ കുറവാണ്. കാരണം എന്താണ്? അവരൊക്കെ ഇങ്ങനെയുള്ള ഒരു
കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചെറുപ്പം തൊട്ടേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ഒക്കെ കൂടും. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും നല്ലോണം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് +2 SSLCക്ക് ശേഷം പഠിക്കുക എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറ്റിക്കൊണ്ട് 1ാം ക്ലാസ് തൊട്ടേ നമ്മൾക്ക് എക്സാമിന് എന്തൊക്കെയാണ് ഏതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൺലൈനാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാംസും ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് എല്ലാവർക്കും പരിചയമായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി എന്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അന്വേഷിക്കാനും മത്സര പരീക്ഷകൾ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാംസ് ഒക്കെ നമ്മുടെ +2ന് ശേഷമുള്ള എക്സാംസിന് നല്ലോണം സ്കോർ ചെയ്യാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറ്റുള്ളൂ. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ പാരന്റ്സും അധ്യാപകരും ടീച്ചേഴ്സും ഒക്കെ ഇതിനോടൊപ്പം കൂടെ വേണം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ ഇവിടെ തൽക്കാലം നിർത്താണ്. നെക്സ്റ്റ് ഞാൻ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ സർവീസിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും എടുക്കണം എന്നൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും എല്ലാവരും ഒരേപോലെ കാണുന്ന ഒന്നാണ്. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക സോഷ്യൽ വർക്കർ അല്ലേ, അതെന്താ? അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരാൾ സഹായിച്ചാൽ അത് ഞാനൊരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ സർവീസർ എന്നാ പറയാം. അപ്പം തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. അതിന്റെ ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെഷനിലേക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. അതും ആദ്യം തൊട്ടേ പറയേണ്ടി വരും. നമ്മൾ ടെൻത്തിന് ശേഷം നമ്മൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 3 സ്ട്രീം ഉണ്ടാവും. ഏതൊക്കെയാ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പം ഏറ്റവും ടോപ്പേഴ്സ് ഒക്കെ സയൻസിലേക്ക് പോകും, പിന്നെയുള്ളതൊക്കെ കൊമേഴ്സിലേക്ക് പോകും, ലാസ്റ്റ് ഉള്ളതൊക്കെ ഹ്യൂമാനിറ്റീസിലേക്ക് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് വേറൊരു പരിഗണനയാണ് കിട്ടുക. ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് എടുത്തു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും മാറേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മളിപ്പോ ഈ എക്സാംസ് ഒക്കെ പറയില്ലേ, ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ആ സബ്ജക്ട്സ് ഏതിലാണോ വരുന്നത് അത് പഠിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഇഷ്ടം ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് അവഗണനകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. അതിനുശേഷം ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുത്തത്. അപ്പൊ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ MSW എടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഗ്രോവിംഗ് പ്രൊഫഷൻ തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് വരുന്നുണ്ട്. പിന്നെന്താണ്, ഒരുപാട് പീഡനങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വാർദ്ധക്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇതുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് സോഷ്യൽ വർക്കിന്റെ ചാൻസ് ട്വൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, ഓപ്രസ്ഡ് ആയിട്ടുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഡെഫിനേഷൻ ആയിട്ടൊന്നും പറയില്ല, പക്ഷെ ഒരു പ്രൊഫഷൻ ആണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ വർക്ക് ഇപ്പൊ പൊതുവെ തന്നെ കുറച്ചൊരു സോഷ്യൽ വർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, സോഷ്യൽ വർക്ക് പഠിക്കാൻ പോയ ഒരു കുട്ടീനോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ടാവും, അല്ലെങ്കിൽ അവരോട് പറയുന്ന വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു കഥയല്ലെങ്കിൽ കഥയല്ല, ഒരു അനുഭവമായിട്ട് ഞാൻ പറയാം. നമ്മളൊരു മീൻപിടുത്തക്കാരനെ കണ്ടപ്പോൾ മീൻപിടുത്തക്കാരന് തീരെ വയ്യ, അയാൾക്ക് ജീവിക്കണം, പക്ഷെ അയാളെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ ഹെൽപ്പ് ചെയ്യാം? അയാൾക്ക് ആവശ്യത്തിനുള്ള പണം നൽകാം, അല്ലെങ്കിൽ എന്നും അയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഹോമിലൊക്കെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലെ. പക്ഷെ ഒരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് ഒരു വല വാങ്ങിക്കൊടുക്കും. എന്നാൽ അവര് കാശാണെങ്കിൽ അവരെന്താക്കും? ആ കാശ് തീരും വരെ അങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞാൽ അവർ പിന്നെയും ദാരിദ്ര്യത്തിലാവും. അല്ലെങ്കിൽ എന്നും അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന അവര് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒരു ഹോമിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫ്രീഡം പോയി, അവര് ഡിപ്പെൻഡൻസി കൂടും. അപ്പൊ അതിനേക്കാളും നല്ല എന്താ? അവർക്കൊരു വല വാങ്ങിക്കൊടുത്താൽ അവരവരുടെ ജീവിതം അതേപോലെ കണ്ടിന്യൂ ചെയ്യും. അവർ അധ്വാനിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ അതാണ് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുക. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ ഏർണിങ്സ് ഉണ്ടാവണല്ലോ, നമുക്കും ജീവിക്കണ്ടേ, മറ്റുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ പോലും. അപ്പൊ അത് നമുക്ക് ഏൺ ചെയ്യാനും കൂടെ കഴിയണം, നമുക്കും ഏൺ ചെയ്യാൻ കഴിയണം, അവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കുക. അതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ.
സോഷ്യൽ വർക്കറിനെ കുറിച്ച് പറയാം. ഒരു യൂണിക്ലി ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ് ഇതിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി കൊടുക്കുക. അതൊക്കെ തന്നെയാണ് സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. പല റോളുകളിൽ സോഷ്യൽ വർക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. എനേബിളർ ആയിരിക്കാം, മീഡിയേറ്റർ ആയിരിക്കാം, ഇന്റഗ്രേറ്റർ ആയിരിക്കാം, കോർഡിനേറ്റർ ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, എഡ്യൂക്കേറ്റർ ആയിരിക്കാം, അനലിസ്റ്റ് ആയിരിക്കാം, എവല്യൂട്ടർ ആയിരിക്കാം, ബ്രോക്കർ ആയിരിക്കാം, ഫെസിലിറ്റേറ്റർ ആയിരിക്കാം, നെഗോഷിയേറ്റർ ആയിരിക്കാം, അഡ്വക്കേറ്റ് ആയിരിക്കാം, കൗൺസിലർ ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള റോൾസിൽ സോഷ്യൽ വർക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് എവിടെയൊക്കെ ചെയ്യാം? പോവർട്ടി ഉള്ളിടത്ത് ചെയ്യാം, ഡിസബിലിറ്റി, ഡെത്ത്, സ്ട്രെസ്, അബ്യൂസ്, ഫിസിക്കൽ ഇൽനെസ്, മെന്റൽ ഹെൽത്ത്, അഡിക്ഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെ ഒരുപാട് വിവേചനം ഉള്ളിടത്തോ അങ്ങനെ വൈകല്യങ്ങൾ ഉള്ളിടത്ത്, അവിടെ ദാരിദ്ര്യം ഉള്ളിടത്ത്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസ് ആവാം, സ്കൂളുകളാവാം, അങ്ങനെ ഒരുപാട് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയൊക്കെ തന്നെ സോഷ്യൽ വർക്കേഴ്സിന് റോൾ ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ വർക്ക് പഠിച്ചാൽ ജോലി ഉണ്ടാവില്ല എന്ന് ആരും പറയില്ല. ഹൗ ടു ബിക്കം എ സോഷ്യൽ വർക്കർ. അപ്പൊ ഒരു സോഷ്യൽ വർക്കർ ആവാൻ ഞാൻ പറഞ്ഞു, ഒരു എന്തായാലും ഒരു ക്വാളിഫിക്കേഷൻ വേണം. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും, ഒരു പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണം, അതുപോലെ എക്സ്പീരിയൻസ് വേണം, ഡെഡിക്കേഷൻ വേണം. ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് മാസ്റ്റേഴ്സ് ഡിഗ്രി ആവാം, ബാച്ചിലേഴ്സ് ഡിഗ്രി ആവാം, മാസ്റ്റേഴ്സ് ഡിഗ്രി ആവാം, ഡോക്ടറൽ സോഷ്യൽ വർക്ക് ഡിഗ്രി ആവാം, ഏതും എടുക്കാം. പക്ഷെ മിനിമം നമ്പർ ഓഫ് അവേഴ്സ് ഇൻ സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ വർക്കേഴ്സിൽ എല്ലാവർക്കും കാണാൻ പറ്റും. സോഷ്യൽ വർക്കില് നമുക്ക് നമ്മുടെ സാധാ ഒരു ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, നമ്മളുടെ കുടുംബക്കാരുടെ വീട്ടിൽ പോകുന്നു, കുടുംബക്കാരുടെ വീട്ടിൽ പോകുന്നു, അയൽക്കാരുടെ വീട്ടിൽ പോകുന്നു. ഇതാണ് നമ്മുടെ സാധാരണ ഒരു ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഒരു സോഷ്യൽ വർക്കർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സൊസൈറ്റീനെ നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എത്ര തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ ശരിക്കും വിലയിരുത്താൻ തുടങ്ങുന്നത് ഈ ഒരു ചുറ്റുപാടിൽ നിന്നാണ്. അവരുടെ എന്താണ് നമ്മളൊക്കെ സിനിമയിൽ കാണുന്നതായിരിക്കും, നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ സെക്സ് വർക്കേഴ്സിന്റെ ജീവിതമൊക്കെ സിനിമയിൽ കാണുന്നതായിരിക്കും. എന്താണ്, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻസ്, ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ എയ്ഡ്സ് രോഗികൾ ഉണ്ടാവും. ഇവരൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ്. എനിക്ക് ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുക. ശരിക്കും നമ്മൾ ആ മടിയും ചമ്മലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ചൊക്കെ പുറത്തു നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഉള്ളിൽ നിന്നോ വീട്ടിൽ നിന്നാലോ നമ്മളുടെ നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും പഠിക്കുന്നതിന്. ഒന്ന് പുറത്ത് ഒന്ന് ലേറ്റ് ആയിട്ട് വരാൻ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, പുറത്തുള്ളവർക്കായിരിക്കും ടെൻഷൻ. എന്താ കുട്ടി ഇന്നലെ ഈ സമയത്താണല്ലോ വന്നത്, എന്താണ് ഇന്ന് നേരത്തെ പോകുന്നത്, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ശരിക്കും നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മൾ ഈ കോഴ്സൊക്കെ നല്ല ഒരിക്കലും വീട്ടുകാരെ ഇതാക്കാനല്ല, നമ്മള് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്ത് പോയി പഠിക്കാം. ഞാൻ കോഴിക്കോടായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ഫീൽഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു, നല്ല അനുഭവം നമുക്ക് തരുന്നതായിരിക്കും ഈ ഒരു നല്ല ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഓർഫൻസിന്റെ കൂടെ കുറച്ച് ദിവസം വർക്ക് ചെയ്യാൻ പറ്റി. ആ കുട്ടികളുടെ കൂടെയൊക്കെ ഒരു 10-30 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഒന്നും ഇല്ല. നമുക്കൊക്കെ പറയാനാണ് അച്ഛനും അമ്മയുണ്ട്, ചേച്ചിമാരുണ്ട്, ഏട്ടന്മാരുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവർ ഏത് രീതിയിൽ എടുക്കും? ഒരിക്കൽ കുട്ടിയെ വഴക്ക് പറഞ്ഞതിന് ടീച്ചറിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പെരുമഴയിൽ പോയി നിന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ ജീവിതം എന്തെന്ന് അറിയാം. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോഴ്സ് സോഷ്യൽ വർക്ക് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. പിന്നെ അതിന്റെ ടേംസ് ഒക്കെ എല്ലാവർക്കും അറിയാം, BSW, MSW, LC അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചറും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ ജെറാൻഡോളജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വാർദ്ധക്യത്തെ സംബന്ധിച്ചാണ്, ഹോം ഹെൽത്ത് കെയർ. പിന്നെ ഇതുപോലുള്ള അബ്യൂസുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈവറ്റ് സോഷ്യൽ സർവീസ് ഏജൻസീസ് ഒക്കെ ഉണ്ട്. സ്കൂൾ സോഷ്യൽ വർക്കിൽ സ്കൂൾ കൗൺസിലേഴ്സിനെ ഇപ്പൊ കുറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്കോപ്പ് ഈ ഒരു പ്രൊഫഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ സർവീസിലേക്ക് കടന്നാലോ. സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ പാഷൻ ഫോർ സൊസൈറ്റി എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് നമ്മളുടെ സമൂഹത്തോടുള്ള ഒരു പാഷൻ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. അപ്പം നമ്മളിപ്പോ സോഷ്യൽ വർക്ക് പറഞ്ഞത് പോലെ തന്നെ നമുക്ക് കുട്ടികളായാലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, വൈകല്യമുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു ഗവൺമെന്റൽ
ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കാം, ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം? ഒരു റോഡിൽ നിൽക്കുന്ന ഒരാൾ കണ്ണ് കാണാത്ത ആളാണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. അതൊരു ഹെൽപ്പാണ്, അതൊരു സോഷ്യൽ സർവീസ് ആണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാലോ അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായാലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഭക്ഷ്യക്ഷാമം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാം. അത് ഒരു സോഷ്യൽ സർവീസ് ആയിരിക്കാം. അതുപോലെ തന്നെ ബേസിക് ഹെൽത്ത് കെയർ നൽകാം, അവരെ പഠിപ്പിക്കാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ സാനിറ്റേഷൻ ക്ലീൻ, എങ്ങനെയാണ് ശുചിത്വം പാലിക്കേണ്ടതെന്ന് പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഏരിയ വൃത്തിയാക്കാം. ഇതൊക്കെ ഓരോ സോഷ്യൽ വർക്ക് സർവീസിലേക്കാണ് വരിക. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, അതൊരു സോഷ്യൽ സർവീസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സോഷ്യൽ സർവീസുകൾ സൊസൈറ്റിയിൽ ചെയ്യില്ല. അതിനൊരു നിശ്ചിത വിദ്യാഭ്യാസം വേണമെന്നില്ല, ആരും നമ്മളെ നിർബന്ധിക്കില്ല, അത് ഒന്നും പഠിക്കേണ്ടതില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തന്നെ സോഷ്യൽ സർവീസർ ആയിരിക്കാം. അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് നമ്മൾ ഒരു സോഷ്യൽ സർവീസ് നമ്മൾ ചെയ്യണം. നമ്മൾ ജീവിച്ചു എന്നതല്ല, ജീവിച്ചതിന് തെളിവാണ് ആവശ്യം, അല്ലേ? നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിച്ചതെന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവ് വേണം. അതായിരിക്കണം നമ്മളുടെ കരിയർ എന്ന് പറയുന്നത്, നമ്മളുടെ ഭാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അതായിരിക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അതിനു വേണ്ടി ട്രൈ ചെയ്താലോ? ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മളുടെ സമുദായത്തെ കുറിച്ച് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സമുദായത്തില് അക്കാദമിക് സെന്റർ, അല്ലെ? നമ്മളിപ്പോ നമ്മുടെ യുവേനെ എടുത്ത് പറയാം. യുവയിലാണെങ്കിൽ സ്പോർട്സും ആർട്സിലും ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ എന്താ പറയാ കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ നമുക്ക് ഈ യുവയിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേറൊരു ഓർഗനൈസേഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ വേറൊരു സംരംഭം ഉണ്ട്, GWC എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നമ്മളുടെ പ്രൊമോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചാരിറ്റി, ഇതൊക്കെ തന്നെ GWCയിലൂടെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് മിത്രമാണ്. മിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മിത്രമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ വേറൊന്ന് മോക്ഷ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അപ്പൊ അതിലൂടെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു അക്കാദമിക് സെന്റർ അല്ലെങ്കിൽ ഒരു അക്കാദമിക്കലി നമുക്കൊന്ന് കോർഡിനേഷൻ ആവശ്യമില്ലേ എന്ന് ഞാനൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാവരും തന്നെ ചിന്തിച്ച കാര്യമായിരിക്കും, അല്ലെ? അക്കാദമിക്കലി എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പഠനപരമായൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കൂടാ? ഈ ഒരു അക്കാദമിക് സെന്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സസ് ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാമല്ലോ. അതിൽ വരാൻ പോകുന്ന കുറച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതൊക്കെ എനിക്കും ചെറുതായി തോന്നിയതാണ്, ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും തോന്നലുകളൊക്കെ കൂടി ചേരുമ്പോൾ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് നടത്താറുണ്ടായിരുന്നു, പക്ഷെ ഇത് നമുക്കൊരു അക്കാദമിക് സെന്ററിന്റെ കീഴിൽ നടത്തിക്കൂടെ? അതും റിസോഴ്സ് പേഴ്സൺസ്, അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്ന് ആയിക്കൂടാ? നമ്മൾക്ക് ഇഷ്ടം പോലത്തെ റിസോഴ്സ് പേഴ്സൺസ് ഇവിടെ ഉണ്ട്. അല്ല, PSC കോച്ചിങ് ക്ലാസ്സസ് ഒരുപാട് നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ PSC കോച്ചിങ്ങൾ ക്ലാസ്സിന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ എടുക്കാനും പോകുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ഇതൊരു അവസരവുമാകും, അവർക്ക് നല്ലൊരു നേട്ടമാകും, പഠിക്കുന്ന കുട്ടികൾക്കും നല്ല നമ്മുടെ സ്വന്തം ആളുകളിൽ നിന്ന് തന്നെയുള്ള ഉയർച്ചയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആവില്ലേ? ഫാമിലി കൗൺസിലിംഗ് കൊടുക്കാം. അങ്ങനെ സോഷ്യൽ വർക്കേഴ്സ് കുറെ പേരുണ്ട്, അവർക്ക് പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലേഴ്സ് നമ്മുടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ മാരേജ് കൗൺസിലിംഗ് ഉണ്ട്, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതും നമുക്ക് ഇങ്ങനെ ഓരോ വർഷം ഇയർലി ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതാവും. അവയർനെസ് ക്ലാസ്സസ് ഫോർ സമിതീസ്, ഓരോ സമിതികളിലും ഓരോ മീറ്റിങ്ങുകൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പൊതുയോഗങ്ങൾ വെക്കുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. പിന്നെ നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്സിന് ആവശ്യമെങ്കിൽ അവരുടെ അഡ്വൈസസ് കിട്ടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് ഫോണിലൂടെ ആവാം, എങ്ങനെ ഓൺലൈൻ വഴി ആവാം, എന്തിലൂടെയും നമുക്ക് ചെയ്യാം. പിന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങുകൾ നടത്താം, ഡെവലപ്മെന്റ് ക്ലാസ്സസ് നടത്താം പാരന്റ്സിനും കുട്ടികൾക്കും വേണ്ടിയിട്ട്. അപ്പം എക്സ്പെഷ്യലി മദേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എന്തായാലും അനിവാര്യമാണ്. ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ പല ഇതും നടക്കുന്നത് കൊണ്ട്. അതുപോലെ കോച്ചിങ് ക്ലാസ്സസ് ഫോർ അപ്പർ പ്രൈമറി സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്റ്റുഡൻസിനും ലോവർ പ്രൈമറിക്കും അപ്പർ പ്രൈമറിക്കും ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സസ് നടത്താം. പിന്നെ ട്യൂഷൻ ക്ലാസ്സസ് ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാകും ഇതിലൂടെ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഇതിലൂടെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. മോക്ഷയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല
ഈ ഡ്രീം എന്തായാലും സക്സസ് ആവണം തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകളെയൊക്കെ ക്ഷണിക്കുകയാണ്. ഒരുപാട് പേരുടെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്ക് ഇതിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ജസ്റ്റ് ടീം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈമറി ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമിതികളിൽ നിന്ന് തന്നെയാണ്. സമിതികളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ സമിതികളിൽ ഓരോ സമിതികളിൽ നിന്നും ഒരാളെ വെച്ച് സപ്പോർട്ടിംഗ് ടീംസ് ഉണ്ടാക്കുന്നു. ആ സപ്പോർട്ടിംഗ് ടീമിലൂടെ നമ്മൾ കോർഡിനേറ്റിംഗ് ടീം ഉണ്ടാക്കുന്നു. കോർഡിനേഷൻ ഉണ്ടാക്കി എടുക്കണമല്ലോ. അതിനുശേഷം അഡ്വൈസറി ടീം. നമുക്ക് നമ്മുടെ ഈ സമുദായത്തിലെ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ എല്ലാ GWC, യുവ, മിത്രം, അങ്ങനെ നമ്മളുടെ കേന്ദ്ര, പിന്നെ നമ്മുടെ തമിഴ്നാട്, കേരള, അവിടെ നിന്നൊക്കെ തന്നെ എക്സ്പേർട്സിനൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു അഡ്വൈസറി ടീം, ഇതൊക്കെ നമുക്ക് സ്ട്രക്ചർ ചെയ്യിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അക്കാദമിക് സെന്റർ, അതുപോലെ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമുക്ക് ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഉന്നമനത്തിലേക്ക് എത്തണം. നമുക്ക് പഠനത്തിലൂടെ മാത്രമേ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് നമ്മൾ സഹായിക്കുന്ന ആളുകൾ ആയിട്ട് നമ്മൾ മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ ആ ചെറുതുകളെല്ലാം കൂടി ചേരുമ്പോൾ ഒന്നാവും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പായിട്ട് ഇത് മാറട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെ അടുത്തുനിന്നും എന്തായാലും ഉണ്ടാവണം. ഇതോടുകൂടി ഈ നമ്മളുടെ ടോപ്പിക് ഫിനിഷ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമസ്കാരം, ഞാൻ സജീവ് ബാലൻ. വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു പ്രസന്റേഷനിലൂടെ സ്ലൈഡ്സ് ആയിക്കോട്ടെ, പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സോടും നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്തൊരു കരിയർ ഗൈഡൻസ് സെഷൻ തന്നെ എന്ന് പറയാം ഇന്ന്. താങ്ക് യു സോ മച്ച് ശ്രുതി. കാരണം ഇതിന് ഒരുപാട് പ്രിപ്പറേഷൻ, ഒരു വയസ്സുകാരനെ വെച്ചിട്ടാണ് അല്ലെ, ദേവാത്മജയുടെ അപ്പുറത്തുള്ളപ്പോഴാണ് ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരു കേട്ടോ. പിന്നെ എന്തായാലും വോളണ്ടിയർ ചെയ്ത് ഇങ്ങനെ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് വേണം. കാരണം ഇത് നമ്മുടെ ഒരു ഭയങ്കര പവർ പാക്ഡ് സെഷൻ ആയിരുന്നു. എന്നാൽ നമ്മൾ കാരണം ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ എല്ലാ സ്ലൈഡ്സും കവർ ചെയ്യേണ്ട ഒരു ഓട്ടത്തില്. പക്ഷെ എനിക്കൊന്ന് നമുക്കത് യൂട്യൂബിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാവകാശത്തിൽ എല്ലാവർക്കും കണ്ടത് മനസ്സിലാക്കാനും എല്ലാം പിന്നെ അവസരം കിട്ടുമായിരിക്കും. അപ്പൊ അത് ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ സ്കൂൾ ലെവലിലുള്ള നമ്മൾ ഈ എക്സാംസ് അങ്ങനെ അധികം നമ്മൾ സെഷൻസിലോ വേറെ എവിടെയെങ്കിലും കവർ ചെയ്ത് പോകുന്നില്ല. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. പിന്നെ ഈ ഷിബു സാർ പറഞ്ഞ പോലെ സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കും അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ ഒരു പിന്നെ പൊതുവെ. പക്ഷെ അതിൽ വ്യക്തമായിട്ടൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു അത് MSW കഴിഞ്ഞ ഒരു ആൾ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ പിന്നെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു അതിനെക്കുറിച്ചും. പിന്നെ ഫൈനലി ദാറ്റ് ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആണ്. മോക്ഷയുടെയും ബാക്കി എല്ലാ പിന്നെ ഗ്രൂപ്പ്സ് ഒക്കെ ഒന്നിച്ച് വന്ന് ഒരു അക്കാഡമിക് സെൻറ്റർ അങ്ങനെ ശരിക്കും അത് ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. ആ ഒരു തോട്ട് പിന്നെ അത് പെർസ്യൂ ചെയ്താൽ ഇപ്പോൾ ശ്രുതിയെ പോലെ ആൾക്കാർ അതിൽ വോളണ്ടിയർ ചെയ്ത് എല്ലാവരും കൂടെ വന്നാൽ അത് നല്ലൊരു യൂസ്ഫുൾ ഇതായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന്. അപ്പോൾ അതെ, GWCക്ക് വേണ്ടി ഇങ്ങനെ ഒരു സെഷൻ വോളണ്ടിയർ ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് പ്രസന്റേഷൻസും പിന്നെ എല്ലാം ചെയ്തതിന് ബിഗ് താങ്ക് യു. നമുക്ക് വീണ്ടും ഒരു കുറച്ച് കഴിഞ്ഞിട്ടോ കുറച്ച് നമുക്ക് സമയമെടുത്ത് വേണമെങ്കിൽ ഒരു ഫോളോ അപ്പ് സെഷൻ കൂടി ചെയ്യാവുന്നതാണ്. വേണമെങ്കിലും വേറെ എന്തെങ്കിലും നമ്മൾ കാരണം ഒരുപാട് ടോപ്പിക്സ് എനിക്കൊന്ന് ശ്രുതി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്ക് സമയപരിധിയാണ് അതിലൊരു പ്രശ്നം. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ശ്രുതി. അതെ.